ഓക്കെ, അതിൻ്റെ സെക്കൻഡ് പാർട്ട് പറയാൻ പോവാണ്. അപ്പോൾ GPass കമ്പനിയുടെ വെഹിക്കിൾ നമ്പറിൽ നിന്ന് നമുക്ക് ബയാൻ നമ്പർ കിട്ടി, അതിൻ്റെ കസ്റ്റംസിലെ ജോബ് നമ്പർ കിട്ടി. ജോബ് നമ്പർ ഉപയോഗിച്ച് വീണ്ടും നിങ്ങൾ ഈ പോർഷൻ എക്സിറ്റ് ചെയ്തതിന് ശേഷം പ്രീ ക്ലിയറൻസിൽ പോവുക, പ്രോസസ്സിൽ പോവുക. ഉടനെ നിങ്ങൾക്ക് ഒരുപാട് ജോബ്സ് ഇവിടെ കാണാം. ആദ്യം ഇത് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് എവിടെയെങ്കിലും മൗസ് വെച്ചതിന് ശേഷം F7 പ്രസ് ചെയ്യുക, സ്ക്രീന് ക്ലിയർ ആവും. ഇവിടെ ഈ ട്രാൻസാക്ഷനിലാണ് പോവുക. ശ്രദ്ധിക്കുക, മറ്റൊരു സെക്ഷനിൽ നിങ്ങൾ ഒരു കാരണവശാലും പോകരുത്. പെൻഡിങ് ട്രാൻസാക്ഷൻ ബിൽ റിപ്പോർട്ട്സ്, അവിടേക്ക് നിങ്ങൾ പോവുക ചെയ്യരുത്. അതിൽ ക്യാഷ് കട്ടാവാനോ എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നിട്ടുണ്ടെങ്കിൽ നമ്മളെ അക്കൗണ്ടിൽ നിന്ന് ക്യാഷ് പോകാനോ എറേഴ്സ് വരാനൊക്കെ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾ ട്രാൻസാക്ഷനിൽ മാത്രം പോവുക. റക്കം ജോബ് നമ്പർ ഇവിടെ കോപ്പി ചെയ്തതിന് ശേഷം F8 അടിക്കുക, അല്ലെങ്കിൽ ഈ ബട്ടൺ പ്രസ് ചെയ്യുക, എക്സിക്യൂട്ട് ക്വറി. ഉടനെ നമുക്ക് ഈ ബയാൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കാണാം. ഇനി പ്രിൻറ്റിൽ പോയിട്ടുണ്ടെങ്കിൽ കുറച്ച് സമയം വെയിറ്റ് ചെയ്യാം. ഞാൻ വെയിറ്റിങ്ങിൽ ഇവിടെ പോസ് ഇടുന്നു. ഓക്കെ, ഇപ്പം 3 റിപ്പോർട്ട് പുതുതായിട്ട് വന്നു. ഒന്നൊരു ഡെബിറ്റ് നോട്ടാണ്, അത് സേവ് ചെയ്യുക. ഡെബിറ്റ് നോട്ട് കമ്പനിക്ക് ആവശ്യമില്ല, അത് നമ്മൾ ക്ലിയറിംഗ് ഏജൻറ്റ് കസ്റ്റംസിന് കൊടുത്ത കട്ടായ എമൗണ്ടിൻ്റെ ഒരു ബില്ലാണ്. 270 ദിർഹംസ് ചിലവ് വന്നിട്ടുണ്ട്. ആവശ്യമാണെങ്കിൽ നിങ്ങൾക്ക് കമ്പനിക്ക് അയച്ചു കൊടുക്കുമ്പോൾ ചെയ്യുക. ഇത് സേവ് ചെയ്യുക. നെക്സ്റ്റ് ബയാൻ വന്നു. ഇതവിടെ ബയാൻ്റെ ബാക്ക് പേജാണിത്. ബയാൻ്റെ ബാക്ക് പേജ് ഇവിടെ ലാസ്റ്റ് ഈ നമ്പറാണ് ബയാൻ നമ്പർ, അതും സേവ് ചെയ്യുക. അതുപോലെ നേരത്തെ പറഞ്ഞ പോലെ ബയാൻ നമ്പർ സേവ് ചെയ്യുന്നു. ബയാൻ ബാക്ക് സൈഡ് ഒരു ബയാൻ നമ്പറും കൊടുക്കുക. ഇനി അടുത്ത ഓപ്ഷൻസ് അടുത്ത വിൻഡോ ഓപ്പൺ ആക്കിയിട്ടുണ്ടെങ്കിൽ ബയാൻ നമ്പർ 14738 ഇവിടെ നിങ്ങൾക്ക് കാണാം. വെറുതെ ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ GPass അറബിയ ലാലമിയ GPass അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ കാണാം. ഇതും ഇങ്ങനെ സ്ക്രോൾ ചെയ്തിട്ട് ഇവിടെ സേവ് ചെയ്യുക. ബയാൻ്റെ ഫ്രണ്ട് പേജ് സേവ് ചെയ്യുക. ഇപ്പോൾ നമുക്ക് സിസ്റ്റംസിൽ നമ്മൾ ബയാൻ്റെ ഫ്രണ്ട് പേജ് ബാക്ക് പേജ് ഷിപ്മെൻറ്റിൻ്റെ ഉപയോഗിച്ചിട്ടുണ്ട്. എല്ലാ റെഫറൻസും അവൈലബിളായി. ഇത്രയാണ് ഈ ക്ലിപ്പ് കൊണ്ട് ഉദ്ദേശിച്ചത്. ഓക്കെ, ഈ ക്ലിപ്പ് ഒരു പ്രാവശ്യം മനസ്സിലായില്ലെങ്കിൽ ഇതിൻ്റെ 2 സെഷൻസും 1, 2, 3 പ്രാവശ്യം കവർ ചെയ്യുക. അത് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പിന്നെ ഒരു വെഹിക്കിൾ നമ്പർ, ഒരു ബയാനോ എന്തെങ്കിലും ഒരു റെഫറൻസ് കിട്ടിയാൽ ആ റെഫറൻസിൽ നിന്നും നിങ്ങൾക്ക് ബയാനും അസോസിയേറ്റഡ് അതിനുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ള ബാക്കി ഡീറ്റെയിൽസും ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. കസ്റ്റംസ് വെബ്സൈറ്റിന് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ശ്രദ്ധിക്കുക, അബുദാബി കസ്റ്റംസ് വെബ്സൈറ്റ് എപ്പോഴും ഇൻ്റർനെറ്റ് എക്സ്പ്ലോററിൽ അപ്ലൈ ചെയ്യുന്നത്. അതുപോലെ തന്നെ അതിൻ്റെ എപ്പോഴും അത് ഇൻസ്റ്റാൾ ചെയ്ത സമയത്ത് 2 കണ്ടീഷൻ. ഒന്ന്, അത് അഡോബ് അക്രോബാറ്റ് റീഡർ ഉണ്ടായിരിക്കണം. രണ്ടാമത്തേത് അതിൻ്റെ പോപ്പപ്പ് ബ്ലോക്ക് ചെയ്യാൻ പാടില്ല. പോപ്പപ്പ് ബ്ലോക്കർ ഒഴിവാക്കിയിടണം. പിന്നെ അത്രയാണ് ഇപ്പം ഈ ക്ലിപ്പ് കൊണ്ട് ഉദ്ദേശിച്ചത്. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെയായിട്ട് കോൺടാക്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ നമ്മൾ വാട്സപ്പ് ഗ്രൂപ്പിൽ ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഓക്കെ, താങ്ക് യു സോ മച്ച്.